നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് ബി.ജെ.പി. പ്രവർത്തകരെല്ലാം തന്നെ ഒരുക്കിയത്. രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് സുരേഷ് ഗോപി വിമാനമിറങ്ങിയത്. ആർപ്പുവിളികളോടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റത്. എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിയെ വരവേൽക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം കോഴിക്കോട് തളി ശിവക്ഷേത്രം സന്ദർശിച്ചു. 6:30 മന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. അദ്ദേഹം വരുന്നുണ്ട് എന്നറിഞ്ഞ് നിരവധി ആളുകളാണ് ക്ഷേത്രത്തിന്റെ പരിസരത്തും മറ്റുമായി അദ്ദേഹത്തിനെ കാണുവാനായിട്ട് എത്തിയിരുന്നത്. അതിനുശേഷം അദ്ദേഹം മാരാർജി ഭവനിലെത്തി ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിനൊപ്പം എപ്പോഴും എന്തിനും ഏതിനും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട്. അന്ന് ഇലക്ഷന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കം അതിനെക്കുറിച്ച് വിജയം ആഘോഷിക്കുന്നതിനെ കുറിച്ചെല്ലാം സംസാരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം മക്കളും ചില സമയത്ത് മറുപടിയുമായി രംഗത്ത് വരാറുണ്ട്. ഭാര്യ രാധികയും എപ്പോഴും തനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കാറുള്ളതിനെ കുറിച്ചും സുരേഷ് ഗോപി വാചാലനാകാറുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിമർശിക്കുന്നവരെ കണ്ട് ഭാര്യ രാധികയ്ക്ക് വിഷമമുണ്ടായതായി സുരേഷ് ഗോപി. സ്വകാര്യ മാധ്യമത്തിന് മുൻപ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിന്റെ വാക്കുകളാണ് വീണ്ടും ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ഞാൻ ചെയ്യുന്ന നന്മകൾ ആരെങ്കിലും പുറത്ത് പറയുന്നത് തന്നെ അസുഖകരമാണ്. എനിക്ക് കിട്ടിയതിൽ നിന്ന് ഒരു പങ്കില്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ ജാതീയമായും രാഷ്ട്രീയമായും കാണുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിനറിയാം ഞാൻ എന്തിനാണ് ചെയ്തതെന്നും ഏത് പണമാണ് നൽകിയതെന്നും ഒക്കെ. രാധിക എന്നെ ഇത്തരം കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്തിട്ടില്ല. ചില നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ പലരും രാധികയോട് ചോദിക്കും, നന്ദിയില്ലാത്തവർക്ക് വേണ്ടി എന്തിനാണ് ചെയ്യുന്നതെന്ന്. അതൊക്കെ ഏട്ടന്റെ ഇഷ്ടമെന്നാണ് രാധിക പറയുന്നത്. എന്നാലും ഒരിക്കൽ രാധിക എന്നോട് പറഞ്ഞു, ഏട്ടാ നമുക്കിതെല്ലാം നിർത്തിയേക്കാം. അവർ ഇതെല്ലാം വേറൊരു നിറം വെച്ചാണ് കാണുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്കും ഒരു വൃതിചലനം ഉണ്ടായി. പിന്നെ ചിന്തിച്ചു, ഞാൻ ആരെയാണ് നിഷേധിക്കുന്നത്? ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി ഞാൻ എന്തിന് അവരെ ദ്രോഹിക്കണം? ആരെന്ത് തള്ളിമറിച്ചാലും ദൈവത്തിന് എല്ലാം അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി ഇന്നലെയാണ് വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തത്. പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. രാവിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയ സുരേഷ് ഗോപിയെ മന്ത്രി ഹർദീപ് സിംഗ് പുരി സ്വീകരിച്ച് ചുമതല കൈമാറുകയായിരുന്നു. ശേഷമാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തത്. ഇത് തീർത്തും പുതിയ അനുഭവമാണ്, ഉത്തരവാദിത്തമുണ്ട്. ഒരു നഴ്സറി വിദ്യാർത്ഥിയെ പോലെയാണ് ഞാൻ ഇപ്പോഴുള്ളതെന്നാണ് അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാം പഠിച്ച ശേഷം പ്രവർത്തനം സജീവമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ കൊല്ലംകാരൻ കൂടിയായ മന്ത്രി എന്ന നിലയിൽ കൂടെ പഠനം നടത്തുമെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതായാലും കേരളം അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് നൽകിയിട്ടുള്ളത്.